എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലോചിച്ചോ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട്. നമ്മുടെ ചെറിയ കുട്ടികളെ നമ്മളെ സലഫികളുടെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാറുണ്ട്, വഹാബികളുടെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുണ്ട് കേട്ടോ. ഈ ഒരു പോക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയുള്ള ഒരു സലഫികളുടെ സ്കൂളിലേക്കോ സുന്നികളായ മക്കളെ നിങ്ങളെ പറഞ്ഞേക്കാൻ പാടുള്ളതല്ല. കാരണം എന്തെന്നറിയോ? ഇമാം റാസി തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം, ഇമാം നവവി തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. മല്ലഹിക ഇലാ മുബ്തദിഇൻ, ഒരു മുബ്തദിയായ മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിച്ചാലോ, അത് ചിരിക്കസ് എന്താക്കും, നമുക്ക് കച്ചവടാക്കുന്നല്ലേ, അത് ചിരിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കച്ചവടാക്കുന്നല്ലേ. ഇത് സാധാരണക്കാർക്കും ബാധകമല്ല, പിന്നെയോ ആലിമീങ്ങൾക്കും ബാധകമാണ്. ഇപ്പൊ ചിലയിടങ്ങളിൽ ഞാനത് വളരെ വ്യക്തമായി പറയാം, ചില ഉസ്താദുമാർ അങ്ങനെ ചെയ്യാണ്ട് സലഫികളെ കൂടെ യാത്ര ചെയ്യും, അവർക്ക് ഇങ്ങനെ കൈ കൊടുക്കല് എന്തെന്നില്ല. അല്ലാഹു അലം. ഇവിടെ ദീന് പറയാൻ ഇപ്പൊ ആരും ഇല്ലാതെയായി പോയി. അല്ലാഹു നമ്മളെ കാത്തു സലാമത്താക്കി തെരുമാറാവട്ടെ. ദീന് പറയാൻ ആളുകളില്ലാത്ത കാലം വന്നുപോയി. ഹൃദയങ്ങൾ ചത്തുപോയില്ലേ, മനുഷ്യരുടെ ഖൽബ് നശിച്ചുപോയി. വിധേയക്കാരനോട് എല്ലാ നിലക്കുള്ള സ്നേഹങ്ങളും സഹകരണങ്ങളും സല്ലാപങ്ങളും തുടങ്ങിയിട്ട് ഈ സമുദായം എങ്ങോട്ടാണ് പോകുന്നത് വളരെ വ്യക്തമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. സുന്നത്ത് ജമാഅത്ത് പറയാനും അത് ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു കൊടുക്കാനും പ്രസംഗിക്കാനും വഅദ് പറയാനും പണ്ഡിതന്മാർക്ക് എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അതിന് തരണം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ദീന് സുന്നത്ത് ജമാഅത്ത് അത് പറഞ്ഞേ പറ്റൂ. ഈ പണ്ഡിതന്മാർക്ക്, ഈ ഉലമാഇന്റെ ബാധ്യതയാണ്. ഇദാ വഹറത്തുൽ ബിദ്ഉ ഫസക്കത്തൽ ആലിമു, അല്ലെങ്കിൽ ഫസക്കത്തൽ ഉലമാഉ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, ഇവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആകാശത്തിന്റെ താഴ്വരയിൽ അവരെക്കാളും വലിയ നശിച്ചവരെ വേറെ ആളുകളില്ല. അവസാന കാലഘട്ടം സുന്നത്ത് ജമാഅത്ത് നശിച്ചു പോകുമ്പോ, അല്ലാഹുവിന്റെ ദീന് ചിന്ന ഭിന്നമാകുമ്പോ, അതെ അതാ ബിദ്അത്തിനെ മറച്ചു വെക്കുന്നവന്റെ മുകളില് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. നസഅ മിൻ ഖൽബിഹി നൂറുൽ ഈമാൻ. ഒരു ബിദ്അത്തുകാരന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മനുഷ്യനങ്ങ് ചിരിച്ചാലോ, അവന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു ഈമാനങ്ങ് ഊരിക്കളയുന്നതാണ്, ഈമാനങ്ങ് ഊരിക്കളയുന്നതാണ്.